ഈ 2017 പൊതുവെ നല്ല വർഷമായിരുന്നു. കാരണം നല്ലൊരു രഞ്ജി സീസണൊക്കെ കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്പോട്ട് വരെയൊക്കെ നമ്മൾ രഞ്ജിയിലെത്തി. തീർച്ചയായും ഹാർഡ് വർക്ക് ഉണ്ട് അതിന് വേണ്ടി. 2018 എങ്ങനെയാണ് സഞ്ജു പ്ലാൻ ചെയ്യുന്നത്? പ്ലാനിങ് എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്ലാനിങ് ചെയ്യേണ്ട ഭയങ്കര കുറവാണ്. എനിക്ക് ഒരിക്കലും ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്ത ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ലൈഫാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് എപ്പോഴും അങ്ങ് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാനിങ്ങിലോട്ട് അല്ലാതെ ഞാൻ പ്ലാനിങ് ചെയ്യണ രീതി കറക്റ്റ് ആക്കണോ അങ്ങനെ ഒന്നും ചിന്തിക്കണത് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് കൂടും. പിന്നെ അപ്പോൾ എനിക്ക് ആ രീതി എനിക്ക് വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കാര്യം എന്താ കിട്ടുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ടും അതിനൊരു കുറവില്ല. അപ്പോൾ എന്തായാലും പ്ലാനിങ് വേണ്ടതാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. കാരണം വേണമെന്നല്ല, ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം സഞ്ജു സീനിയർ ടീമിൻ്റെ കാര്യം തന്നെ എടുത്താൽ അശ്വിനും രവീന്ദ്ര ജഡേജയൊക്കെ പോലുള്ള കളിക്കാർ ഒണ്ടേ കളിക്കാൻ പറ്റാതെ പുറത്തിരിക്കുകയാണ്. അജിങ്ക്യ രഹാനെ എന്ന് പറയുന്നത് ബാറ്റ്സ്മാന് ഒണ്ടേ ടീമിൽ പ്ലേസ്മെൻ്റ് ഇല്ല. 15 ടീമിലുണ്ടെങ്കിൽ പോലും പ്ലേയിങ് 11 കളിക്കാൻ പറ്റില്ല. അത്ര മത്സരമാണ് ടീമിലേക്ക് വരാൻ അല്ലേ? ഈ മത്സരത്തിനിടയ്ക്ക് എങ്ങനെയാണ് സഞ്ജു സാധ്യത കാണുന്നതാണ് എൻ്റെ ചോദ്യം. ഭയങ്കര ഒരു ചാലഞ്ചാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കയറി പറ്റുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് തന്നെ ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുന്ന ഒരു ഇന്ത്യൻ ടീമെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞ പോലെ ശരിയാണ്. ബാറ്റിംഗ് ഓർഡറിലും ബോളിങ്ങിലും ഭയങ്കര പ്രഷറും ഭയങ്കര ചാലഞ്ചിങ്ങാണ്. 2 മാച്ച് പെർഫോം ചെയ്യില്ലെങ്കിൽ അടുത്ത ഒരാൾ കാത്തിരിക്കണം അടുത്തങ്ങ് ആ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു റോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ വിക്കറ്റ് കീപ്പറായിട്ടാണ്. അപ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ ആളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി കളിക്കണമെന്നുള്ള അത്ര നാൾ കളിക്കട്ടെ. നമുക്കൊരിക്കലും ആ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമമില്ല. കാരണം എനിക്കെപ്പോഴും ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പുള്ളിയുടെ കൂടെ കളിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. ഒരു മാച്ച് എന്തോ കളിച്ചിട്ടുണ്ട് പുള്ളിയുടെ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. പക്ഷേ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന്. എൻ്റെ ഒരിതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന മാച്ചസ് എല്ലാം പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ പോലെ ബോർഡ് 11 മാച്ചിൽ ഒരു അവസരം കിട്ടി, അവിടെ നല്ലപോലെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ അവർക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. സെലക്ടേഴ്സിനൊക്കെ സഞ്ജു പെർഫോം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ 600-700 റണ്ണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരുന്ന മാച്ചസ് ഇനിയും വരുന്ന ടൂർണമെൻറ്റിൽ നല്ലപോലെ പെർഫോം ചെയ്താൽ ഞാൻ എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യണം ആ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടി. അത് തന്നെ പറയണം. ഇപ്പം ടെസ്റ്റ് ടീമിലാണെങ്കിൽ സാഹയാണ്, വൺഡേയിലും T20യിലും MS ധോണി ഉണ്ട്. കീപ്പർമാരുടെ ഒരു പടയും ഇങ്ങനെ നിരന്നിട്ടുണ്ടെന്നില്ലേ? ഋഷഭ് അടക്കമുള്ള ഒരു സംഘമുണ്ട്. നല്ല ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കും. ഹെൽത്തി കോമ്പറ്റീഷനാണ്. അത് നമ്മൾ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ പോലെ 100 അടിച്ചാൽ ഇപ്പോൾ പോരാ, 200 റണ്ണ് അടിക്കണമെന്നാണ് ഇപ്പോൾ. അപ്പോൾ അത്രയും നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മളൊരു പ്ലെയറായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നേരത്തെയൊക്കെ ഒരു 100 അല്ലെങ്കിൽ ഒരു 150 അടിച്ച ഉടനെ ടീമിലൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു റോളിലോട്ട് വരണമെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലെയറായിട്ട് വളരണം. അപ്പോൾ എന്തായാലും നല്ല കുറേ പോസിറ്റീവ്സ് ഉണ്ട് അതിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.